ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ ദേഹണ്ടക്കാരൻ. എല്ലാവരും ഫുഡ് കഴിച്ചെന്ന് വിചാരിക്കുന്നു. ഞാൻ രാവിലെ ഫുഡ് കഴിക്കാൻ പോകുന്നത് രാവിലെ ദോശയുണ്ട്, ഇഡ്ഡലിയുണ്ട്, ചമ്മന്തിയുണ്ട്, ചായയുണ്ട്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഒരു റെസിപ്പി പറഞ്ഞുതരാം ഞാൻ വിചാരിക്കുന്നു. ഒരു ദോശയുടെ റെസിപ്പി പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ദോശ എനിക്ക് അവിടെ പറയാത്തുണ്ടായിരിക്കുന്നില്ലേ. ഇതൊരു സെപ്പറേറ്റ് വെറൈറ്റി ദോശയാണ്, മൂങ് ദോശ. അതിനാവശ്യമായ സാധനങ്ങളെന്ന് പറയുന്നത്: ഒരു കപ്പ് ചെറുപയർ വെള്ളത്തിട്ട് വയ്ക്കുക. അതിൻ്റെ പകുതി എടുക്കുന്ന ചെറുപയറിൻ്റെ പകുതി പച്ചരി അത് വെള്ളത്തിട്ട് വയ്ക്കുക. അത് നല്ല കുതിർത്തതിന് ശേഷം നല്ലപോലെ അരച്ചെടുക്കുക. അത് നമ്മൾ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യിക്കുക. നമ്മളത് വച്ചിക്കേണ്ട ആവശ്യമില്ല, അരച്ചുടനെ ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് കല്ല് നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ നെയ് റോസ്റ്റ് കഴിക്കുന്ന കണക്കിന് നൈസായിട്ട് വരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നെയ്യും ചേർത്ത് എടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുക. കൊച്ചു കുട്ടികൾക്കും എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടുന്നൊരു ദോശ തന്നെയായിരിക്കും. നല്ല പ്രോട്ടീൻ കണ്ടൻ്റ് അടങ്ങിയ ദോശയാണ്. ആർക്ക് വേണം, ഏത് പ്രായക്കാർക്കും കഴിക്കാം. അതിൻ്റെ കൂടെ നല്ലൊരു ചമ്മന്തി എന്ന് പറയുമ്പോൾ അതിൽ നല്ല കപ്പലണ്ടി, ഒരു കപ്പ് തേങ്ങ, ഇച്ചിരി പച്ചമുളക്, കരിവേപ്പില, ലേശം ഇഞ്ചി, ഇത്രയും മാത്രം ചേർത്തൊരു ചമ്മന്തി ചേർക്കുക. അത് വെളിച്ചെണ്ണ ഒഴിച്ച് താളിച്ചിടുക. കടുവും കരിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് താളിക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായം പറയുക. എല്ലാവർക്കും അപ്പോൾ എന്നും നല്ലൊരു ദിവസം തന്നെ ആയിരിക്കട്ടെ. പ്രത്യേകം പറയട്ടെ, അമിതമായ ആഹാരം അനാരോഗ്യ കാരണമായിരിക്കും. മിതമായ ആഹാരം ശരിയായ ആരോഗ്യം. ആഹാരം ഒരിക്കലും ആർഭാടത്തിനാക്കാണ്ടിരിക്കും. സ്നേഹപൂർവ്വം, ദേഹണ്ടക്കാരൻ.